നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. അപ്പം നമുക്കിന്നൊരു എഗ് റൈസ് നോക്കിയാലോ? വായോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3, 4 ബീൻസ്, ഒരു ക്യാരറ്റ്, ഒരു സവാള, ഒരു പകുതി ക്യാപ്സിക്കം ട്ടോ. ഇതൊക്കെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോറ് ഞാനൊരു 3/4 ഭാഗം വേവിച്ച് വെച്ചിട്ടുണ്ട് ട്ടോ. ഇത് സെല്ല റൈസാണ്. ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കാണ്. ഇനി നമ്മ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചൂടായി വന്നപ്പോൾ ഡാൽഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ ട്ടോ. ഡാൽഡ ചൂടായി വരുന്നുണ്ട് ട്ടോ. അപ്പം നമുക്കിനി മുഴുവൻ സ്പൈസസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, തക്കോലം, പിന്നെ ബേ ലീഫ്, ഏലക്ക, മറ്റേ വെള്ള കുഞ്ഞു കുഞ്ഞു സാധനമില്ലേ, കസ്കസ് പോലത്തെ ആ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കാം ട്ടോ. ഒരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട്. സവാള ഒരുപാട് വഴന്നൊന്നും പോകണ്ട. നമുക്ക് ബാക്കി വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം ട്ടോ. ബീൻസും ക്യാരറ്റും ഞാൻ ഒപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം വേവൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഇതിനകത്ത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ട്ടോ. മൂടി വെച്ചൊന്നും വേവിക്കണ്ട. മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ആ വെജിറ്റബിൾസിൻ്റെ കളർ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് അത്ര വേവൊന്നും വേവിക്കണ്ട ഇതിനകത്ത്. ഇതൊക്കെ ഒന്ന് ചൂട് തട്ടിയാൽ തന്നെ വെന്ത് വരുന്ന വെജിറ്റബിൾസ് ആണല്ലോ. ഇത്രയും വെജിറ്റബിൾസ് ഒന്നും ഇതിനകത്ത് ഓപ്ഷണലാണ് ട്ടോ. എൻ്റെ മക്കള് വെജിറ്റബിൾസ് കഴിക്കുന്നത് കുറവാണ്. അപ്പോൾ ഇങ്ങനെയെങ്കിലും കുറച്ച് ഉള്ളി പൊക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ചെയ്തേക്കണത്. അപ്പോൾ ഒന്ന് ഇതായി വന്നിട്ടുണ്ട് ട്ടോ. ലൈറ്റ് പോയി, അതാണ് ഡിമ്മായിട്ട് നിൽക്കണേ ട്ടോ. ഒരു ലൈറ്റ് പോയി. ഇതിനകത്തോട്ട് ഞാൻ വളരെ കുറച്ച് എന്ന് വെച്ചാൽ വളരെ ഒരു കുഞ്ഞ് പിഞ്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാനിത് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഞാൻ ഈ സോസൊന്നും ചേർക്കാറില്ല ട്ടോ റൈസിൽ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണ കാരണം ഞാൻ ഇത്തിരി ഒന്ന് ചേർത്ത് കൊടുത്തതാണ്, കളറായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഈ സോയാ സോസ് ചേർത്തില്ലാന്നുണ്ടെങ്കിലും ഞാൻ വീട്ടിൽ ചേർക്കാറുണ്ടായിരുന്നില്ല ട്ടോ. എന്നാലും നമുക്ക് അത്യാവശ്യം ടേസ്റ്റി തന്നെയാണ് നമുക്കിത് കിട്ടണത്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കണ റൈസ് 3/4 ഭാഗം വേവിച്ച് വെച്ചേക്കണില്ലേ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ. ചോറ് ഞാൻ ഉപ്പൊക്കെ ചേർത്താണ് വേവിച്ചേക്കണത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ. അത് വീഡിയോയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാൻ എന്തായാലും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസിന് ഒരു നുള്ള് ഉപ്പിട്ട് നമ്മൾ വേവിക്കുക. ചോറിന് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കൂടി പോവാതെ ആവശ്യത്തിനുള്ളത് ഇട്ട് വേവിക്കുക. അത് നിങ്ങൾ ചെയ്യുമല്ലോ.
നല്ല കളർഫുള്ളായിട്ടില്ലേ? ഇത്രേ ഉള്ളൂ. നമുക്ക് നോൺ വെജ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാനാണ്, നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഉണ്ടാക്കാനാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറ്റും. ചോറിനൊന്നും അധികം വേവില്ലല്ലോ. പിന്നെ ഇതിനകത്ത് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോഴിമുട്ട. ഒരു 3 കോഴിമുട്ട ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് ഒന്ന് ചിക്കി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ് റൈസ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ. മുട്ടയും കഴിക്കാനായിട്ട് വലിയ പാടാണ് പിള്ളേർക്കേ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു തുള്ളിയെങ്കിലും ഉള്ളിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണ പണിയാട്ടോ ഇത്. മുട്ട ചിക്കി വറുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിനകത്ത്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചോറ് അത്യാവശ്യം വെന്തിരിക്കണേണ്. നമ്മുടെ എഗ് റൈസ് റെഡിയായി കിട്ടും. ഞാൻ മുകളിൽ ഇത്തിരി കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കളറും കിട്ടും, കുറച്ചൊന്ന് സ്പൈസി ആവുകയും ചെയ്യും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് തരണം. ഇതിന് സൈഡ് ഡിഷായിട്ട് ഞാൻ ചില്ലി ഗോബി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.